ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബറാത്ത് സ്പെഷ്യൽ ഗോതമ്പ് കടലപ്പരിപ്പ് പായസമാണ്. വെള്ളം ചേർത്തിട്ടാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത്. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് വെള്ളത്തിന് പകരം പഞ്ചസാര ചേർത്തിട്ടും ഇത് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മണിക്കൂറായി ഞാനിതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. ഈ കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പാണ് ഞാൻ എടുത്തിരുന്നത്. ഇത് 240 ml കപ്പാണ്. ഇനി കുതിർത്ത് വെച്ച് വെള്ളം നമുക്ക് കളയാം. അതിനുശേഷം ഈ ഗോതമ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇതിലേക്ക് കട്ട് ചെയ്തിടാം. പായസത്തിൽ ഉള്ളി ഇടുമെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. പക്ഷേ ഈ ഗോതമ്പ് പായസത്തിൽ പൊതുവെ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇടാറുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ വെല്ലം എടുത്തിട്ടുണ്ട്. അതായത് 490 ഗ്രാം വെല്ലം. ഇത്രയും അളവ് ഗോതമ്പിന് 1/2 കിലോ വെല്ലമാണ് പൊതുവെ ചേർക്കുന്നത്. ഇത് നല്ല മധുരം ഉണ്ടാവും. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു 400 ഗ്രാം ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ 5 വലിയ ക്യൂബ്സാണ് ഈ 1/2 കിലോ വെല്ലം ഉള്ളത്. ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് വറ്റിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. വെള്ളം മുഴുവനായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ച ഗോതമ്പ് ഇവിടെ 5-6 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഗോതമ്പ് ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചതാണിത്. ഇതും ഞാൻ 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കപ്പിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് കടലപ്പരിപ്പാണ് കുതിർത്തിരുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗോതമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ 1-2 വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി. കൂടുതൽ സമയം വേവിച്ചാൽ കടലപ്പരിപ്പ് വല്ലാതെ അടിഞ്ഞു പോവും. 2 വിസിലിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഗോതമ്പും കടലപ്പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ വീണ്ടും ഓൺ ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് ചെറുതായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച വെള്ളം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അര കിലോ വെള്ളം കുറുക്കിയത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. രണ്ടാം പാലും വെള്ളം കുറുക്കിയതും ഒക്കെ കൂടി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ഉപ്പുള്ള വെള്ളമാണെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചില വെള്ളത്തിന് നല്ല ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 1-ാം പാൽ ചേർക്കാം. 1-ാം പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക.
ഇതും തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ചുക്ക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. ഈ ചുക്ക് പൊടി ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഈ പായസത്തിലേക്ക് ചേർക്കാൻ. ചുക്ക് പൊടി അതുപോലെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച് നിൽക്കും. ഇതുപോലെ അല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്ന പായസത്തിൽ ചുക്കുപൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പായസം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണിത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്